ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ NBFC-കൾ രൂപം കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ NBFC-കളെല്ലാം ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക സന്തോഷ വാർത്ത ഇതാണ്. ഈ NBFC-കളെല്ലാം സ്ട്രിക്റ്റ്ലി RBI റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം, അല്ലെങ്കിൽ പാലിക്കപ്പെടണം. അപ്പൊ നമുക്ക് മുമ്പ് ഒരു കാര്യം അറിയാം, നമ്മുടെ ഈ സിബിൽ സ്കോർ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് ഓരോ മാസമാണ്. നമ്മളിപ്പോൾ ലോൺ അടച്ചില്ല, EMI അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഓരോ മാസമായിരുന്നു ഓരോ NBFC-യും നമ്മുടെ സിബിലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ RBIയുടെ സ്ട്രിക്ട് റൂൾസ് പ്രകാരം ഓരോ ആഴ്ചയും കസ്റ്റമേഴ്സിന്റെ സിബിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്താ പറയുന്നത് എല്ലാ NBFC-കൾക്കും ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. ഇത് എല്ലാ NBFC-കളും പാലിക്കണം. ഒരുപാട് NBFC-കൾ വരാൻ പോകുന്നുണ്ട്. ഞാൻ അറിഞ്ഞത് സാലറി ഇല്ലാത്തവർക്ക്, സാലറി ഉള്ളവർക്ക്, ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്ന സ്വയം തൊഴിൽ ഇന്ന കാറ്റഗറിയിൽ ചെയ്യുന്നവർക്ക് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് NBFC-കളിൽ വരുന്ന 1-2 മാസത്തിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ലോഞ്ച് ചെയ്യും. അതിന്റെ എല്ലാ അപ്ഡേഷൻ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ നൽകുന്നതാണ്, നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പൊ അതുപോട്ടെ, നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു കിഡിലം NBFC ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ലിങ്ക് കൊടുക്കുന്നതിന് മുമ്പ്, നിങ്ങൾ ലിങ്കിൽ പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവരുടെ ഒരു ക്രൈറ്റീരിയ, ഇന്ന ആൾക്കേ കൊടുക്കൂ എന്നൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെറുതായി ശ്രദ്ധിച്ചു പോവുക. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ക്യുക്ക് അപ്രൂവൽ ആണ്. 100% ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോസസ് ആണ്. ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. കൊലാട്രൽ ഫ്രീ ആണ്. മിനിമം ഡോക്യുമെന്റേഷൻ, ഫോഴ്സ് ക്ലോസർ ചാർജസ് ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കണം. ഈ ഫോഴ്സ് ക്ലോസർ ചാർജസ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. 1 ലക്ഷം രൂപ ലോൺ എടുത്തു, നമുക്ക് പെട്ടെന്ന് ഒരു ക്യാഷ് കിട്ടിയാൽ നമുക്ക് ഉടനടി തന്നെ ആ പൈസ ലോൺ മൊത്തവും അടയ്ക്കാം. അപ്പോൾ ചില സമയങ്ങളിൽ ചില ബാങ്കുകൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ഒരു GST അല്ലെങ്കിൽ ഒരു 5% GST അതിൽ ഉൾപ്പെടുത്തും. അപ്പം ഇവരെ സംബന്ധിച്ച് അങ്ങനെ GST-യോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നിങ്ങൾ എടുത്ത തുക മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഇനി 24 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കും. ഇവർ പറയുന്ന സിബിൽ സ്കോർ 450 ആണ്. ഞാൻ 475 കൊടുത്തതാണ് തമിഴ്നാട്ടില്. പിന്നെ KYC ഏതായാലും മതി. ആധാർ കാർഡ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID, പാസ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് കൊടുത്താലും മതി. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രൂ ബാലൻസിൽ കൊടുക്കില്ലേ, നമ്മൾ ജോലി ഇപ്പോൾ സ്വയം തൊഴിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ സാലറി എന്ന് കൊടുക്കും, സാലറി ഇത്രയെന്ന് കൊടുക്കും, ഒരു കമ്പനി എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്യാത്ത ഒരു കമ്പനിയുടെ പേര് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർ റിജക്ട് ചെയ്ത് കളയും. പിന്നെ ഇങ്ങനെയുള്ള NBFC-കളിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശ്രീറാം ഫിനാൻസിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫിനാൻസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുന്ന ഒരു 99%-ഉം നമുക്ക് എന്താ പറയുന്ന സെക്യൂർ ആണ്. ഓക്കെ, കാരണം ഈ ശ്രീറാം ഫിനാൻസിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം ബ്രാഞ്ചുകളുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആപ്പുകൾക്ക് അല്ലെങ്കിൽ NBFC-കൾക്ക് ബ്രാഞ്ച് ഇല്ല. ഇവർ ഫുള്ളി ഡിജിറ്റലാണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ RBIയുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ആ ഒരു NBFC ബേൺ ചെയ്ത് കളയും. അപ്പൊ അത് അവർക്ക് ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഒരു 99% സെക്യൂർ ആണെന്ന് ഞാൻ പറയുന്നത്. 100% പറയുന്നില്ല, എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കാണാം. ഓക്കെ, ഇനി നിങ്ങളോടൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പല NBFC-യിൽ നിന്നും ലോൺ എടുത്തതാണ്. എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ പല NBFC-യിൽ നിന്നും നിങ്ങൾ ലോൺ എടുത്ത ആൾക്കാരാണ്, ബാങ്കുകളിൽ നിന്നും NBFC-കളിൽ നിന്നും. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലോൺ തന്ന ആ ഒരു NBFC-യുടെ പേരും നിങ്ങളുടെ ആ ഒരു പിന്നെ എന്താ പറയുക ജോബ് കാറ്റഗറിയും ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾ സെൽഫ് എംപ്ലോയി ആണോ, സാലറി ആണോ ഒന്ന് മെൻഷൻ ചെയ്യുക. സിബിൽ ഇത്ര ഉണ്ടായിരുന്നു എന്നും ദയവായി ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുന്നത് 100% യൂസ്ഫുൾ ആയിരിക്കും. അതൊന്ന് ദയവായി മറക്കാതെ ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ പഴയത് പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കാം. മാക്സിമം ഞാനത് ആൻസർ നിങ്ങൾക്ക് തരാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാനത് എന്താ പറയുന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കാം. ഓക്കെ.